നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കളമശ്ശേരി സീറ്റുകൾ വെച്ചുമാറാനുള്ള UDF ചർച്ചകൾക്ക് മുന്നറിയിപ്പുമായി ലത്തീൻ സഭ. കൊച്ചി സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് UDFന് ഗുണം ചെയ്യില്ല എന്ന് സഭാ വക്താവ് ജോസഫ് ജൂഡ് പറഞ്ഞു. അതേസമയം UDFലെ സീറ്റ് ചർച്ചകൾ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത മുൻനിർത്തി സീറ്റുകൾ വച്ചുമാറാനുള്ള കോൺഗ്രസ് ലീഗ് ധാരണയ്ക്കെതിരെയാണ് എറണാകുളം ജില്ലയിൽ എതിർപ്പുയരുന്നത്. ജില്ലയിൽ കോൺഗ്രസിന്റെ കൊച്ചി സീറ്റും ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരി സീറ്റും വച്ചുമാറുന്നതിനെതിരെ ലത്തീൻ സഭയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചി സീറ്റ് മുസ്ലിം ലീഗിന് നൽകുന്നത് ഗുണം ചെയ്യില്ല എന്ന് സഭാ വക്താവ് ജോസഫ് ജൂഡ് വ്യക്തമാക്കി. കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ഒരു മണ്ഡലമാണ്, പ്രത്യേകിച്ച് ആ പ്രദേശത്തെ ലത്തീൻ കത്തോലിക്കർക്ക്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാനുള്ളൊരു തീരുമാനം കോൺഗ്രസിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനും ഗുണകരമാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം ജില്ലയിൽ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. UDFലെ സീറ്റ് സ്ഥാനാർത്ഥി ചർച്ചകൾ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നും അഡ്വക്കേറ്റ് ഷാ. സീറ്റുകൾ തീരുമാനിക്കുന്നതിനും വെച്ചുമാറുന്നതിലും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നതിലുമൊക്കെ UDFന് ഒറ്റ പാരാമീറ്റർ, അത് മെറിറ്റാണ്. അത് കോൺഗ്രസിന് ജയിക്കാവുന്നത്, ലീഗിന് ജയിക്കാവുന്നത് എന്നതൊക്കെയാണ് മെറിറ്റ് സീറ്റിനെ സംബന്ധിച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത പരിശോധിച്ച ശേഷമാണ് സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തീരുമാനിച്ചത്. കളമശ്ശേരിയിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൊച്ചിയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുമാണ് സ്ഥാനാർത്ഥികളായി പരിഗണനയിലുള്ളത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.